മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കുവൈറ്റിൽ ഈദുൽ ഫിത്തറിനായി തുടർച്ചയായി 9 അവധിയെടുക്കുന്ന സർക്കാർ ജീവനക്കാർ മാർച്ച് 27 മുൻപായി മുൻകൂർ അവധി അപേക്ഷ സമർപ്പിക്കണം. വിജ്ഞാപനമിറക്കി സിവിൽ സർവീസ് കമ്മീഷൻ. ആശമാരുടെ സമരത്തിൽ മന്ത്രി വീണ ജോർജിന് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനായില്ല. റെസിഡന്റ് കമ്മീഷണർ മുഖേന നിവേദനം കൈമാറി. കേന്ദ്രം ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് വേതനം കൂട്ടുമെന്ന് മുഖ്യമന്ത്രി. സർക്കാരിന് പിടിവാശിയെന്ന് വി ഡി സതീശൻ. അനിശ്ചിതകാല നിരാഹാര സമരവുമായി ആശമാർ. പിന്തുണയുമായി 27, 28 തീയതികളിൽ BJPയുടെ രാപകൽ സമരം. മുതിർന്ന CPI നേതാവ് KE ഇസ്മായിലിനെതിരെ പാർട്ടി നടപടി. 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ എക്സിക്യൂട്ടീവിൽ ശുപാർശ. നടപടി പി രാജുവിന്റെ മരണത്തിൽ പാർട്ടിയെ കുറ്റപ്പെടുത്തി നടത്തിയ പരസ്യ പ്രതികരണത്തിൽ. പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കം വരുത്തിയെന്ന് ബിനോയ് വിശ്വം. പാർട്ടിക്കാരനായി തുടരുമെന്ന് KE ഇസ്മായിൽ. സർക്കാരിനും പ്രതിപക്ഷത്തിനുമെതിരെ പ്രമേയവുമായി ഓർത്തഡോക്സ് സഭ. മലങ്കര സഭയിൽ സമാന്തര ഭരണ നീക്കത്തിന് ഭരണ പ്രതിപക്ഷ പിന്തുണയെന്ന് പ്രമേയം. രാഷ്ട്രീയ പാർട്ടികളോടുള്ള സമദൂരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ ചിലർ വീഴുമെന്നും മറ്റു ചിലർ വാഴുമെന്നും മുന്നറിയിപ്പ്. കണ്ണൂരിൽ CPMകാർക്കെതിരെ കേസെടുത്ത SIമാരെ സ്ഥലം മാറ്റിയതിൽ പോലീസുകാർക്കിടയിൽ അതൃപ്തി. തലശ്ശേരി സ്റ്റേഷനിലെ SIമാർക്ക് സഹപ്രവർത്തകർ നൽകിയ യാത്രയയപ്പ് ഉപഹാരത്തിലെ വാചകങ്ങളിൽ തെളിഞ്ഞത് പ്രതിഷേധം. ചെറുത്തുനിൽപ്പിന്റെ പോരാട്ടത്തിൽ കരുത്തുകാട്ടിയവരെന്ന് വിശേഷണം. ചാമ്പ്യൻസ് ട്രോഫി നേടിയ ഇന്ത്യൻ ടീമിന് 58 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് BCCI. അംഗീകാരം മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന്. പാരിതോഷികം സെലക്ടർമാർ, സപ്പോർട്ട് സ്റ്റാഫ്, സെലക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെയുള്ള അംഗങ്ങൾക്ക്. കുവൈറ്റിൽ ഇത്തവണത്തെ ഈദുൽ ഫിത്തറിനോടനുബന്ധിച്ച് അവധിയെടുക്കുന്ന സർക്കാർ ജീവനക്കാർ മാർച്ച് 27 വ്യാഴാഴ്ചയ്ക്ക് മുമ്പായി മുൻകൂറായി അവധി അപേക്ഷ സമർപ്പിക്കണമെന്ന് സിവിൽ സർവീസ് കമ്മീഷൻ. കമ്മീഷന്റെ വിജ്ഞാപനം വരുന്നതിന് മുൻപ് തുടർച്ചയായി 9 ദിവസവും അവധിയെടുക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു രാജ്യത്തെ സർക്കാർ ജീവനക്കാരിൽ ഭൂരിഭാഗവും. ഈ വർഷത്തെ ഈദുൽ ഫിത്തർ അവധി മാർച്ച് 30 ഞായറാഴ്ച മുതലാണ് ആരംഭിക്കുന്നത്. എന്നാൽ മാർച്ച് 29 ശനിയാഴ്ച വൈകിട്ട് മാസപ്പിറവി കാണുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈദ് അവധി അവസാനിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. മാർച്ച് 29 ശനിയാഴ്ച വൈകിട്ട് മാസപ്പിറവി കണ്ടാൽ മാർച്ച് 28, 29 തീയതികളിലെ വാരാന്ത്യ അവധികൾക്ക് പുറമെ തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ ഈദ് അവധി ഉൾപ്പെടെ തുടർച്ചയായി 5 ദിവസങ്ങൾ മാത്രമാണ് ലഭിക്കുക. ഏപ്രിൽ 2 ബുധനാഴ്ച മുതൽ പ്രവൃത്തി ദിനം ആരംഭിക്കുകയും ചെയ്യും. എന്നാൽ മാർച്ച് 29 മാസപ്പിറവി കാണാത്ത സാഹചര്യമുണ്ടായാൽ മാർച്ച് 30 ഞായറാഴ്ച മുതൽ ഏപ്രിൽ 3 വ്യാഴാഴ്ച വരെ തുടർച്ചയായ 5 ദിവസത്തെ പൊതു അവധിയും അവധി ആരംഭിക്കുന്നതിനും അവസാനിക്കുന്നതിനും തൊട്ടു മുൻപുള്ള 4 ദിവസത്തെ വാരാന്ത്യ അവധികൾ ഉൾപ്പെടെ 9 ദിവസത്തെ തുടർച്ചയായ അവധി ലഭിക്കുകയും ചെയ്യും. എന്നാൽ സിവിൽ സർവീസ് കമ്മീഷൻ ഇപ്പോൾ പുറപ്പെടുവിച്ച വിജ്ഞാപന പ്രകാരം ഏപ്രിൽ 2, 3 തീയതികളിൽ അവധിയെടുക്കുന്നവർ മാർച്ച് 27 വ്യാഴാഴ്ചയ്ക്ക് മുൻപായി മുൻകൂറായി അവധി അപേക്ഷ സമർപ്പിക്കണം. ഇതിനുശേഷമുള്ള അവധി അപേക്ഷ പരിഗണിക്കുന്നതല്ലെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കി. അനിൽ കെ നമ്പ്യാർ, അമൃത ന്യൂസ്, കുവൈറ്റ്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയുമായി അമേരിക്ക ഞായറാഴ്ച ജിദ്ദയിൽ വീണ്ടും ചർച്ച നടത്തും. മിഡിൽ ഈസ്റ്റിലെ US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവരുടെ നേതൃത്വത്തിൽ US ഭരണകൂടത്തിൽ നിന്നുള്ള ഒരു സംഘം ചർച്ചകളിൽ പങ്കെടുക്കാൻ ജിദ്ദയിലെത്തും. ജിദ്ദയിൽ 8 മണിക്കൂറിലധികം നീണ്ടുനിന്ന ചർച്ചകൾക്കു ശേഷമാണ് റഷ്യ യുക്രൈൻ ഫയലിൽ മറ്റൊരു ചർച്ച നടക്കാൻ പോകുന്നത്. UAEയിലെ ഉപഭോക്തൃ സേവനങ്ങൾക്ക് തവണ വ്യവസ്ഥയിൽ പണമടക്കാൻ സഹായിക്കുന്ന പ്രമുഖ മൊബൈൽ ആപ്പായ ടാബിയുടെ സേവനം ഇനി മുതൽ ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ലഭിക്കും. RTAയുടെ വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ്, പൊതുഗതാഗത സേവനങ്ങൾക്കുള്ള നോൾ പേ ആപ്പ് എന്നിവയിലും RTAയുടെ സ്മാർട്ട് കിയോസ്കുകളിലും ടാബി വഴി തവണകളായി പണമടയ്ക്കാനുള്ള സൗകര്യമുണ്ടെന്ന് ദുബായ് RTA വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ട്രാഫിക് ഫൈനുകൾ, വാഹന രജിസ്ട്രേഷൻ പുതുക്കൽ, ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കൽ തുടങ്ങി 170ഓളം സേവനങ്ങൾക്കുള്ള പണം തവണകളായി അടയ്ക്കാൻ ഇതോടെ ഉപഭോക്താക്കൾക്ക് സാധിക്കും. സേവനങ്ങളുടെ ഫീസ് 4 തവണ വരെയുള്ള തവണകളായി അടയ്ക്കാനുള്ള സൗകര്യമാണ് ടാബി നൽകുന്നത്. ദുബായിയുടെ ക്യാഷ്ലെസ് സ്ട്രാറ്റജിയുമായും ഭരണകർത്താക്കളുടെ ഡിജിറ്റൽ സ്മാർട്ട് ഗവൺമെന്റ് കാഴ്ചപ്പാടുമായും ചേർന്നു പോകുന്ന നടപടികളിൽ പെടുന്നതാണ് ടാബിയുമായുള്ള സഹകരണമെന്നും ദുബായ് RTA അറിയിച്ചു.
റമദാൻ മാസത്തിലെ ഭക്ഷ്യസുരക്ഷാ പരിശോധനയുടെ ഭാഗമായി മാനദണ്ഡങ്ങൾ പാലിക്കാത്ത 2 പാചക കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയതായി ഷാർജ നഗരസഭ അറിയിച്ചു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി 5500-ലേറെ പരിശോധനകൾ പൂർത്തിയാക്കിയെന്നും സമൂഹമാധ്യമമായ എക്സിലൂടെ ഷാർജ നഗരസഭ വ്യക്തമാക്കി. വൃത്തിയുള്ള ഭക്ഷണം ലഭ്യമാക്കുക, ഹോട്ടൽ, റെസ്റ്റോറന്റ്, കഫറ്റേരിയ എന്നിവിടങ്ങളിലെ ജീവനക്കാരുടെ ശുചിത്വം ഉറപ്പുവരുത്തുക തുടങ്ങിയ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നുറപ്പുവരുത്താനാണ് പരിശോധനകൾ നടത്തിയത്. 103 ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘമാണ് പരിശോധനകൾക്ക് നേതൃത്വം നൽകിയത്. നേരത്തെ റമദാൻ മാസത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിനും പകൽ വിൽപ്പനയ്ക്കായി പ്രദർശിപ്പിക്കുന്നതിനുമുള്ള പ്രത്യേകാനുമതി ഷാർജ നഗരസഭ ലഭ്യമാക്കിയിരുന്നു. ആശാവർക്കർമാരുടെ സമരത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കാണാനാകാതെ ആരോഗ്യമന്ത്രി വീണ ജോർജ് റെസിഡന്റ് കമ്മീഷണർ മുഖേന കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് നിവേദനം കൈമാറിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. കൂടിക്കാഴ്ചയ്ക്ക് സമയം ലഭിക്കാത്തതിനാൽ കാണാനായില്ലെന്നും പിന്നീട് സമയം അനുവദിച്ചാൽ വന്ന് കാണുമെന്നും വീണ ജോർജ് പറഞ്ഞു. ഇപ്പോൾ ക്യൂബയുടെ ഹെൽത്ത് മിനിസ്റ്ററും വന്നിട്ടുണ്ട്. ഈ 5 മണിക്ക് നമ്മുടെ ചർച്ച ആരംഭിക്കുകയാണ്. അപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടാത്ത സാഹചര്യത്തിൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തു. ഇനി ഒരു ദിവസം അപ്പോയിൻമെന്റ് അനുവദിക്കുമെങ്കിൽ അന്ന് വന്ന് നേരിട്ട് വീണ്ടും കാണുകയും ചെയ്യും. അല്ല, മുഖ്യമന്ത്രിയെ കാണാൻ തയ്യാറാണ് ആരോഗ്യമന്ത്രി എന്നാണ് അറിയുന്നത്. അപ്പോൾ അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ പങ്ക് വരുമോ? അല്ല, അതൊന്നും ഞാൻ കേട്ടില്ല. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് എനിക്കറിയില്ലല്ലോ. അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അപ്പോയിൻമെൻറ്റിന് എൻ്റെ ഓഫീസ് വഴി കത്ത് കൊടുത്തിരുന്നു, റെസിഡന്റ് കമ്മീഷണർ വഴി കത്ത് കൊടുത്തിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇന്ന് ലഭിക്കണം എന്നുള്ള നിലയിൽ ആണ് കൊടുത്തിരുന്നത്. അപ്പോൾ അദ്ദേഹം ഇന്ന് തിരക്കായിരുന്നത് കൊണ്ടാവാം. അപ്പോൾ അടുത്തൊരു ദിവസം അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടുവാണെങ്കിൽ അന്ന് വരും. കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ അതിൽ വരും. ഇന്ന് ഏതായാലും റെപ്രസെൻറ്റേഷൻസ് 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. അനിശ്ചിതകാല നിരാഹാര സമരത്തിന് തുടക്കം കുറിച്ച ആശാവർക്കർമാർ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിന്ദുവിന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ സംഘമാണ് നിരാഹാരമിരിക്കുന്നത്. ആശാവർക്കർമാരെ സർക്കാർ ചേർത്ത് പിടിച്ചത് ധൃതരാഷ്ട്രാലിംഗനം പോലെയെന്ന് നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന ദുരന്ത നിവാരണ മാനേജ്മെന്റ് സെന്റർ മുൻ മേധാവി ഡോക്ടർ KG താര പറഞ്ഞു. ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ച കൂടി പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് ആശാപ്രവർത്തകർ നീങ്ങിയത്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിന്ദുവിന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ സംഘമാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാര സമരത്തിന് തുടക്കം കുറിച്ചത്. ജനാധിപത്യത്തിൽ വിശ്വാസമുള്ള ജനങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ആശാപ്രവർത്തകരുടെ സമരത്തെ സർക്കാർ നേരിടുന്നത് എന്ന് നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിദഗ്ധ ഡോക്ടർ KG താര പറഞ്ഞു. ഈ മന്ത്രിസഭയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ, മന്ത്രിമാർ, ജനപ്രതിനിധികൾ അവരിവിടെ വരുമ്പോൾ കൈയടിച്ച് സ്വീകരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കാരണം അത് ശാസ്ത്രത്തിന്റെ ഒരു നിയമമാണ്. ഞാനും കൂടി വോട്ട് ചെയ്തിട്ടാണ് ഈ ഭരണകൂടം ഇവിടെ ഇരിക്കുന്നത്. എന്റെ വോട്ട് ഇതുവരെ ഞാൻ മാറി ചെയ്തിട്ടില്ല. കാരണം കളഞ്ഞ ഇടതുപക്ഷ വീക്ഷണമുള്ള ഒരാളാണ് ഞാൻ. ഈ വിശ്വാസത്തെ നിങ്ങൾ അടിമുടി തകർത്തു തന്നിരിക്കുന്നു. അടിസ്ഥാന വർഗത്തിന്റെ ഒരു ന്യായമായ ആവശ്യവും ചെവിക്കൊള്ളാത്തൊരു സർക്കാരിനെ ഇടതുപക്ഷമെന്ന് വിളിക്കാൻ ഞാൻ ലജ്ജിക്കുന്നു. വാസ്തവത്തിൽ രാപ്പകൽ സമരവേദിക്ക് മുമ്പിൽ 3 കട്ടിലുകളിലായാണ് ആശാപ്രവർത്തകർ അനിശ്ചിതകാല നിരാഹാര സമരം തുടരുന്നത്. കോൺഗ്രസ് മുതിർന്ന നേതാവ് VM സുധീരൻ ഉൾപ്പെടെയുള്ളവർ സമരവേദിയിലെത്തി ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഈ പിണറായി സർക്കാരിന്റെ പരാജയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്, ഭരണപരാജയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇനിയെങ്കിലും കണ്ണു തുറന്ന് യാഥാർത്ഥ്യബോധത്തോടെ ദുരഭിമാനം കൈവിട്ട് പിടിവാശി ഉപേക്ഷിച്ച് രാഷ്ട്രീയ സങ്കുചിതത്വം വേണ്ടെന്ന് വെച്ച് ഈ സഹോദരിമാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ സർക്കാരിന് ബോധോദയം ഉണ്ടാകട്ടെ. വിജയം നേടുന്നതുവരെ സമരം ശക്തമാക്കാനാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യവുമായി UDF MLA-മാർ സമരപ്പന്തൽ സന്ദർശിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് പ്രകടനമായാണ് MLA-മാർ എത്തിയത്. കോവിഡ് കാലത്ത് ജീവൻ പണയം വെച്ച് വിവരങ്ങൾ കൈമാറിയ ഇവർ ആശമാരല്ലെന്ന് സർക്കാർ അഹങ്കാരം പറയരുതെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. ആശാവർക്കർമാരെ വിശേഷിപ്പിച്ചത് കേരളത്തിലെ കോവിഡ് കാലത്ത് ഇതല്ലല്ലോ പറഞ്ഞത്. കോവിഡ് കാലത്ത് പലരും റോഡിൽ ഇറങ്ങാതെ നിൽക്കുന്ന സമയത്ത് ഈ റോഡിൽ ഈ പാവം സ്ത്രീകൾ മാത്രമല്ല ഉണ്ടായുള്ളൂ.
കോവിഡ് ബാധിച്ച ഒരാൾ വന്ന് അടുത്ത വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അവിടെ വന്ന് ബഹളം ആളുകൾ ഉണ്ടാക്കുന്ന കാലത്ത് ഈ പാവപ്പെട്ടവരാണ് കോവിഡ് ബാധിച്ച വീടുകൾ കയറിയിറങ്ങിയത്. കോവിഡ് മൂലം മരിച്ചവരുടെ ആളുകളുടെ ശവസംസ്കാര കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്തതും എത്ര പേര് മരിച്ചുവെന്ന് ഈ മുഖ്യമന്ത്രി വൈകുന്നേരം 6 മണിക്ക് വന്ന് പത്രസമ്മേളനം നടത്തിയത് ഏത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്? എത്ര പേർക്ക് പുതിയതായി രോഗം വന്നു എന്ന് ആ മുഖ്യമന്ത്രി എല്ലാ ദിവസവും വൈകുന്നേരം പത്രസമ്മേളനം നടത്തി പറഞ്ഞതൊക്കെ ആര് ജോലി ചെയ്തിട്ടാ? CPM-ന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി. ആശാ വർക്കർമാർക്ക് പിന്നാലെ വേതന വർധന ആവശ്യപ്പെട്ട് അങ്കണവാടി ജീവനക്കാർ നടത്തുന്ന രാപകൽ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ 4ാം ദിനവും തുടരുന്നു. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് ഇന്ത്യൻ നാഷണൽ അങ്കണവാടി എംപ്ലോയീസ് ഫെഡറേഷന്റെ തീരുമാനം. ഞങ്ങൾ ഈ 50 വർഷമൊക്കെ ജോലി ചെയ്ത് വീട്ടിൽ ചെന്നിരാൻ ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ നോക്കുമോ? അപ്പോൾ ഇതിൽ നിന്നുള്ള ആനുകൂല്യം കൊണ്ട് ഞങ്ങൾക്ക് മരുന്ന് മേടിക്കണം, ഞങ്ങളുടെ ആഹാര ചെലവുകൾ നടത്തണം, ഇതെല്ലാം ഞങ്ങൾക്ക് കിട്ടണം. മിനിമം വേതനം 21,000 രൂപയാക്കുക, വേതനം ഒറ്റത്തവണയായി നൽകുക, ഉത്സവ ഭത്ത 5,000 രൂപയായി ഉയർത്തുക, ക്ഷേമനിധി പെൻഷൻ വർദ്ധിപ്പിക്കുക, ക്ഷേമനിധി പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷമായി ഉയർത്തുക, ESIയോ ഇൻഷുറൻസ് ആനുകൂല്യമോ നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്ത്യൻ നാഷണൽ അംഗനവാടി എംപ്ലോയീസ് ഫെഡറേഷൻ INTUCയുടെ നേതൃത്വത്തിൽ ജീവനക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം തുടരുന്നത്. വിവിധയിടങ്ങളിൽ അംഗനവാടികൾക്ക് അവധി നൽകിയാണ് അംഗനവാടി വർക്കർമാരും ഹെൽപ്പർമാരും അനിശ്ചിതകാല സമരത്തിൽ പങ്കെടുക്കുന്നത്. 2024 ഇറങ്ങിയവർക്ക് 23 ഇറങ്ങിയവർക്കൊന്നും പെൻഷനും ഇല്ല, ക്ഷേമനിധി ആനുകൂല്യങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ ആ പിശക്കാശ് ഇടുന്നതാണ് കിട്ടതുപോലും അവർ വാരിയെടുത്ത്. ഇപ്പം ഞങ്ങൾക്കൊന്നുമില്ലാത്തൊരു അവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള പെൻഷനും ഞങ്ങൾക്ക് ആനുകൂല്യം അവർ 5 ലക്ഷം പറയുന്നു, അത്രയും ആനുകൂല്യം തന്ന് ഞങ്ങളെ വിടണം, അല്ലെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണ്. 4 ദിവസമായി തുടരുന്ന സമരത്തിന് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിന്തുണയും ഏറുകയാണ്. കോൺഗ്രസ് നേതാക്കൾക്ക് പുറമെ വിവിധ സംഘടനാ നേതാക്കളും അംഗനവാടി ജീവനക്കാരുടെ അനിശ്ചിതകാല സമരത്തിന് പിന്തുണയുമായി എത്തുന്നുണ്ട്. സർക്കാർ നയങ്ങൾക്കും തീരുമാനങ്ങൾക്കുമെതിരെ വനിതകളുടെ നേതൃത്വത്തിലാണ് സമരങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത്. അത് ആളിക്കത്തുക തന്നെ ചെയ്യും. അതിന് പരിഹാരം കാണാൻ സർക്കാർ തന്നെ ശ്രമം നടത്തണം. ക്യാമറമാൻ ബിജു മുരളീധരനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. അങ്കണവാടി ജീവനക്കാരുടെ സമരം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. അങ്കണവാടി ആശാ വർക്കർമാരുടെ സമരത്തെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന സർക്കാർ തൊഴിലാളി വർഗമല്ല, മുതലാളി വർഗമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സമരം പരിഹരിക്കാത്തതിന് പിന്നിൽ ആരോഗ്യമന്ത്രിയുടെ പിടിവാശിയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ട്രേഡ് യൂണിയനുകൾ എന്തുകൊണ്ട് സമരം ഏറ്റെടുക്കുന്നില്ല എന്ന് മന്ത്രി P. രാജീവ് ചോദിച്ചു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭ വിട്ട് ഇറങ്ങിപ്പോയി. ആശാ വർക്കർമാരുടെ 1 മാസത്തിലേറെ നീളുന്ന സമരത്തിന് പിന്നാലെ അങ്കണവാടി ജീവനക്കാരും രാപ്പകൽ സമരം തുടങ്ങിയതോടെയാണ് വിഷയം പ്രതിപക്ഷം നിയമസഭയിൽ കൊണ്ടുവന്നത്. തുച്ഛമായ വേതനത്തിന് വേണ്ടി സെക്രട്ടേറിയറ്റ് നടയിൽ ദിവസങ്ങളോളം സമരമിരിക്കുന്ന സ്ത്രീകളോട് സർക്കാർ കാട്ടുന്നത് തികഞ്ഞ അവഹേളനമെന്ന് പ്രതിപക്ഷം. ആരോഗ്യമന്ത്രിയുടെ പിടിവാശിയാണ് സമരം ഇത്രയേറെ നീണ്ടുപോകാൻ കാരണമെന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി നജീബ് കാന്തപുരം MLA കുറ്റപ്പെടുത്തി. ആരോഗ്യമന്ത്രി ഏതെങ്കിലും സമരത്തിൽ പങ്കെടുക്കുകയോ മർദ്ദനമേൽക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് നജീബ് കാന്തപുരം വിമർശനം ഉന്നയിച്ചു. സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമേ മന്ത്രിയാകാനാകൂ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് സ്പീക്കർ ചൂണ്ടിക്കാട്ടി. ബഹുമാന്യയായ നമ്മുടെ ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ഏത് തൊഴിലാളി സമരത്തിന്റെ മുൻനിരയിലാണ് സാർ അവരുണ്ടായിരുന്നത്? എത്ര സമരങ്ങളിലാണ് സാർ അവർ അറസ്റ്റ് വരിച്ചത്? സമരത്തിൽ പങ്കെടുത്താൽ മാത്രമേ മന്ത്രിയാവാൻ പറ്റുന്ന എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത്തരം പരാമർശങ്ങൾ നടത്താൻ പാടില്ല. ആരോഗ്യമന്ത്രിയുടെ അഭാവത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകിയത് നിയമമന്ത്രി P. രാജീവായിരുന്നു. പ്രതിപക്ഷാരോപണങ്ങൾ പൂർണ്ണമായും തള്ളിയ മന്ത്രി അടിയന്തര പ്രമേയമായി കൊണ്ടുവന്ന വിഷയം പരിതാപകരമെന്ന് കുറ്റപ്പെടുത്തി. സമരം ഏറ്റെടുക്കാൻ INTUC തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്നും മന്ത്രി ചോദിച്ചു. അഭിപ്രായം എന്താ? INTUCയുടെ അഭിപ്രായം എന്താ? ഈ സമരത്തോടൊപ്പം നിന്നുകൊണ്ടാണോ INTUCയും STUയും നിലപാട് സ്വീകരിക്കുന്നത്? ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ അവർ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? കേരളത്തിൽ ഇത്രയേറെ ദുരിതം നേരിടുന്ന സ്ത്രീകളുടെ തൊഴിലിടം വേറെയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. അംഗനവാടി ആശാ വർക്കർമാരുടെ സമരത്തെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന സർക്കാർ തൊഴിലാളി വർഗമല്ല, മുതലാളി വർഗമെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ഈ ജോലിയെല്ലാം ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീകളാണ്. കേരളത്തിൽ ആരെങ്കിലും ഇത്രമാത്രം ജോലി ചെയ്യുന്നവരുണ്ട്? ഏതെങ്കിലും ഒരു മന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരാകാത്ത പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ കെ ഇസ്മായിലിനെതിരെ CPI നടപടി. ഇസ്മായിലിനെ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ തീരുമാനം. പി രാജുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കി നടത്തിയ പരസ്യ പ്രതികരണത്തിലാണ് നടപടി. എക്സിക്യൂട്ടീവിന്റെ ശുപാർശ സംസ്ഥാന കൗൺസിലിനെ അറിയിക്കും. പാർട്ടിയെ പ്രതിരോധത്തിലാക്കി പരസ്യ പ്രസ്താവന നടത്തിയതിന്റെ പേരിൽ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ കെ ഇസ്മായിലിനെ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാനുള്ള നിർണായക തീരുമാനമാണ് CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉണ്ടായിരിക്കുന്നത്. മുൻ MLAയും CPIയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറിയുമായിരുന്ന പി രാജുവിന്റെ മരണത്തിന് പിന്നാലെ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കി നടത്തിയ വിവാദ പ്രസ്താവനയും ഫേസ്ബുക്ക് പോസ്റ്റുമാണ് കെ ഇസ്മായിലിനെതിരായ നടപടിക്ക് കാരണമായത്. സാമ്പത്തിക തിരിമറിയുടെ പേരിൽ പി രാജുവിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുകയും പിന്നീട് കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞിട്ടും നടപടി പിൻവലിക്കാൻ പാർട്ടി തയ്യാറാകാതിരുന്നതും ചൂണ്ടിക്കാട്ടിയാണ് കെ ഇസ്മായിൽ രംഗത്ത് വന്നത്. പൊതുരംഗത്ത് കളങ്കിതനാക്കിയ പാർട്ടി നടപടി പി രാജുവിന് മാനസിക ആഘാതമുണ്ടാക്കിയിരുന്നുവെന്ന കുടുംബത്തിന്റെ ആരോപണത്തെ ശരിവെക്കുന്ന തരത്തിലായിരുന്നു കെ ഇസ്മായിലിന്റെയും പ്രതികരണം. ഇതിനെതിരെ എറണാകുളം ജില്ലാ കമ്മിറ്റി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് കെ ഇസ്മായിലിനോട് വിശദീകരണം തേടുകയും പിന്നാലെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. കാനം രാജേന്ദ്രനും കെ ഇസ്മായിലും 2 ചേരികളായി നിന്ന് CPIയിൽ വിഭാഗീയത കൊടുമ്പിരി കൊണ്ടിരുന്ന കാലത്ത് ഇസ്മായിലിനൊപ്പം നിന്ന നേതാവായിരുന്നു പി രാജു. കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറിയായി ജില്ലാ കമ്മിറ്റികൾ പിടിച്ചടക്കിയപ്പോൾ എറണാകുളം ജില്ല മാത്രം ഇസ്മായിലിനൊപ്പം നിന്നതിന് പിന്നിലും പി രാജുവായിരുന്നു. ഇത്രയേറെ വൈകാരിക ബന്ധമുള്ള നേതാവിന്റെ മരണസമയത്ത് നടത്തിയ പ്രസ്താവനയെ തുടർന്ന് ഒടുവിൽ കെ ഇസ്മായിലിന് അച്ചടക്ക നടപടിയും നേരിടേണ്ടി വരുന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ ശുപാർശ സംസ്ഥാന കൗൺസിലിൽ അറിയിക്കും. കൗൺസിൽ അംഗീകരിക്കുന്നതോടെ മുതിർന്ന നേതാവ് കെ ഇസ്മായിലിന് 6 മാസത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ ഏറ്റുവാങ്ങേണ്ടി വരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കെ ഇസ്മായിലിനെതിരായ നടപടിയിൽ പ്രതികരിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കെ ഇസ്മായിൽ പാർട്ടിയുടെ സത്പേരിന് കളങ്കം വരുത്തി. 6 മാസത്തേക്കാണ് സസ്പെൻഷനെന്നും അതിനപ്പുറം ചർച്ചയില്ല, ഒന്നും പറയാനുമില്ലെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയ വിധം പെരുമാറിയതിൻ്റെ പേരിൽ പാർട്ടിയുടെ നേതാവ് സഖാവ് കെ ഇസ്മായിലിനെ പാർട്ടിയിൽ നിന്ന് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനം നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നു. അതിനപ്പുറം ചർച്ചയൊന്നുമില്ല. അതിനപ്പുറം ചർച്ചയൊന്നുമില്ല. അതിനപ്പുറം ചർച്ച ഒന്നും ഇല്ലാന്ന് പറഞ്ഞ അർത്ഥം അത് തന്നെയാണ്. സർക്കാരിനും പ്രതിപക്ഷത്തിനുമെതിരെ പ്രമേയവുമായി ഓർത്തഡോക്സ് സഭ. മലങ്കര സഭയിൽ സമാന്തര ഭരണ നീക്കത്തിന് സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും പിന്തുണ നൽകുന്നുവെന്ന് പ്രമേയം കുറ്റപ്പെടുത്തി. മലങ്കര സഭയിൽ ഒരു ഷെമ്മാശിനെ പോലും വാഴിക്കാൻ പാത്രിയാർക്കീസ് ബാവയ്ക്ക് അധികാരമില്ല. എന്നാൽ നിയമവിരുദ്ധ കാര്യത്തിന് നിയമമന്ത്രി തന്നെ കാർമ്മികനാകുന്നു. രാഷ്ട്രീയ പാർട്ടികളോടുള്ള സമദൂരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ ചിലർ വീഴുമെന്നും മറ്റു ചിലർ വാഴുമെന്നും ഓർത്തഡോക്സ് സഭ മാനേജിംഗ് കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. തലശ്ശേരിയിൽ പോലീസിനെ ആക്രമിച്ച CPMകാർക്കെതിരെ കേസെടുത്ത SIമാരെ സ്ഥലം മാറ്റിയ നടപടിയിൽ സേനയ്ക്കുള്ളിൽ അതൃപ്തി. SIമാർക്ക് സഹപ്രവർത്തകർ നൽകിയ യാത്രയപ്പിൽ നൽകിയ ഉപഹാരത്തിലെ വാക്കുകളിൽ പ്രതിഷേധ സൂചന. ഇന്നലെയാണ് SIമാരായ TK അഖിൽ, VV ദീപ്തി എന്നിവർക്ക് യാത്രയപ്പ് നൽകിയത്. ഫെബ്രുവരി 19 തലശ്ശേരി മണോളിക്കാവ് ഉത്സവത്തിനിടെ BJP CPM സംഘർഷമുണ്ടായത്. സംഘർഷത്തിലേർപ്പെട്ട CPM പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതേ തുടർന്ന് പോലീസിനെ CPM പ്രവർത്തകർ ആക്രമിച്ചു. SI അഖിൽ, പോലീസ് ഉദ്യോഗസ്ഥരായ ഹെബിൻ, പ്രജീഷ്, ഷിബിത്ത് എന്നിവർക്ക് പരിക്കേറ്റു. ഈ സംഭവത്തിൽപ്പെട്ടയാളെ 20-ന് കസ്റ്റഡിയിലെടുത്തപ്പോഴും സമാനമായ രീതിയിൽ ജീപ്പ് തടഞ്ഞ CPM പ്രവർത്തകർ ഇയാളെ മോചിപ്പിച്ചു. പോലീസുകാരെ ആക്രമിക്കുകയും ചെയ്തു. ഇതിൽ ഉൾപ്പെട്ട 2 പേരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നാലെ CPM ജില്ലാ സെക്രട്ടറി അടക്കം പോലീസിനെതിരെ രംഗത്ത് വന്നു. ഇതേ തുടർന്ന് പോലീസ് നടപടിക്ക് നേതൃത്വം നൽകിയ SIമാരായ അഖിൽ, ദീപ്തി എന്നിവരെ സ്ഥലം മാറ്റി. ഈ നടപടിയാണ് സേനയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ഇതിന്റെ സൂചനയാണ് സ്ഥലം മാറിയ SIമാർക്ക് നൽകിയ ഉപഹാരത്തിലെ വാക്കുകൾ. ചെറുത്തുനിൽപ്പിന്റെ പോരാട്ടത്തിൽ കരുത്തു പകർന്നവർക്ക് സ്നേഹാദരങ്ങളെന്നാണ് ഉപഹാരത്തിലെ വാക്കുകൾ. കുറ്റം ചെയ്തവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്തരം നടപടി സ്വീകരിക്കുന്നത് സേനയുടെ മനോവീര്യം തകർക്കുമെന്നാണ് ആക്ഷേപം. അമൃത ന്യൂസ്, കണ്ണൂർ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ വെൽബീയിങ് റിസർച്ച് സെന്റർ, UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക്, ഗാലപ്പ് എന്നിവയുടെ സഹകരണത്തോടെ തയ്യാറാക്കിയ ലോക സന്തോഷ സൂചികയിൽ UAEക്ക് 21ാം സ്ഥാനം. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് പട്ടികയിലെ ആദ്യ 25 സ്ഥാനങ്ങളിൽ ഇടം നേടിയ ഏക ഗൾഫ് രാജ്യവും UAE ആണ്. അന്താരാഷ്ട്ര സന്തോഷ ദിനത്തിന്റെ ഭാഗമായാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. പട്ടികയിൽ കുവൈറ്റ് 30ാം സ്ഥാനത്തും സൗദി അറേബ്യ 32ാം സ്ഥാനത്തും ഇടം നേടി. ഒമാൻ 52ാം സ്ഥാനത്താണ്. ബഹ്റിൻ പട്ടിക
പട്ടികയിൽ 59-ാം സ്ഥാനത്ത് ഇടം പിടിച്ചു. കഴിഞ്ഞ വർഷത്തെ പട്ടികയിൽ UAE 22-ാം സ്ഥാനത്തും കുവൈറ്റ് 13-ാം സ്ഥാനത്തുമായിരുന്നു. കുവൈറ്റിലെ ഔഖാഫ് ഇസ്ലാമിക കാര്യ മന്ത്രാലയം വിശ്വാസികളെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി. റമദാൻ മാസത്തിലെ അവസാന 10 ദിവസങ്ങൾ ആരംഭിക്കുന്നതോടെ രാത്രി നമസ്കാരം നിർവഹിക്കുന്ന ആയിരക്കണക്കിന് വിശ്വാസികൾക്കുള്ള എല്ലാ സജ്ജീകരണവും അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. അവസാന 10 രാത്രികളിലെ അതിഥികളെ സ്വാഗതം ചെയ്യാൻ ഗ്രാൻഡ് മോസ്ക് ഭരണകൂടം പൂർണ്ണമായി തയ്യാറായെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു. 20-ാം രാത്രിയിൽ ഒമർ അൽ ദംഖിയും അബ്ദുൾ റഹ്മാൻ അൽ ഷുവയും പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകും. ഡോക്ടർ ഈസ അൽ ദാഫിരി ആത്മീയ പ്രഭാഷണം നടത്തുമെന്ന് ഗ്രാൻഡ് മോസ്ക് അധികൃതർ അറിയിച്ചു. ആരാധന സുഗമമായും സുരക്ഷിതമായും നിർവഹിക്കുന്നത് ഉറപ്പാക്കാൻ മന്ത്രാലയത്തിന് സമഗ്രമായ പദ്ധതിയുണ്ടെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ജിദ്ദയിലും മക്കയിലും ശക്തമായ മഴ പെയ്തു. മക്കയിൽ ഇന്ന് രാത്രി 1 മണി വരെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതായി സൗദി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഹറമിലും പരിസരങ്ങളിലും രാവിലെ കനത്ത മഴ പെയ്തിരുന്നു. മഴയത്തും തീർത്ഥാടകർ ഉംറ തുടർന്നു. മഴ തുടരുന്ന സാഹചര്യത്തിൽ തീർത്ഥാടകരും മറ്റും ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിപ്പ് നൽകി. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് ജിദ്ദയിൽ മഴ പെയ്തു തുടങ്ങിയത്. മഴ മുന്നറിയിപ്പ് കാരണം സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു. മക്കയിലെ KMCCയുടെയും OICCയുടെയും നേതൃത്വത്തിൽ മക്ക UDF സ്നേഹസംഗമം കക്കിയിലെ ഗസറുദ്ദീറ ഓഡിറ്റോറിയത്തിൽ മെഗാ ഇഫ്താറോടുകൂടി സംഘടിപ്പിച്ചു. മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. OICC പ്രസിഡന്റ് നൌഷാദ് പെരുന്തല്ലൂർ അധ്യക്ഷനായ ചടങ്ങിൽ ഷാഫി പറമ്പിൽ MP മുഖ്യപ്രഭാഷണം നടത്തി. മക്കയിൽ എംബസി സ്കൂൾ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾക്ക് മുൻകൈയെടുക്കുമെന്നും ഇക്കാര്യം കോൺസുലേറ്റ് ജനറലുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. മഞ്ചേശ്വരം MLA KM അഷ്റഫ് പങ്കെടുത്ത പരിപാടിയിൽ മക്ക KMCC ജനറൽ സെക്രട്ടറി മുജീബ് പോക്കൂട്ടൂർ സ്വാഗതം പറഞ്ഞു. എയിംസ് സ്കൂളിലെ കുട്ടികളുടെ കലാപരിപാടികൾ സ്നേഹസംഗമത്തിൽ മാറ്റുകൂട്ടി. മുസ്തഫ മലയിൽ, സലീം കണ്ണനാകുഴി എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു. റിയാദ് സദാ കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ച് റിയാദ് OICC സംഘടിപ്പിച്ച സൗഹൃദ ഇഫ്താർ സംഗമം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. റിയാദിലെ വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികളടക്കം ആയിരങ്ങൾ സംഗമത്തിൽ പങ്കാളികളായി. KPCC ജനറൽ സെക്രട്ടറി PS സലീം സാംസ്കാരിക ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ ഡ്രഗ്സ് വേണ്ട, ലൈഫ് മതി എന്ന സന്ദേശം ഉയർത്തി റിയാദ് OICC നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾക്കും തുടക്കം കുറിച്ചു. OICC റിയാദ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സലീം കളക്കര അധ്യക്ഷനായി. റിയാദ് ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ഭഗവാൻ ഷാഹി മീന, ഡോക്ടർ മുഹമ്മദ് അഷ്റഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഷാഹിർ ഹുദവി ഒമേഷി റമദാൻ സന്ദേശം നൽകി. ഫൈസൽ ബഹസൻ സ്വാഗതവും അമീർ പട്ടണത്ത് നന്ദിയും പറഞ്ഞു. സുൽത്താൻ ബത്തേരി നിയമസഭാ തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന് ജാമ്യം. സുൽത്താൻ ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. K സുരേന്ദ്രൻ കേസിലെ 1-ാം പ്രതിയാണ്. 3-ാം പ്രതിയായ BJP വയനാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവേലിനും ജാമ്യം അനുവദിച്ചു. 2-ാം പ്രതി CK ജാനുവിന് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ CK ജാനുവിന് 35 ലക്ഷം രൂപ കോഴ നൽകിയെന്ന കേസിലാണ് K സുരേന്ദ്രന് കോടതി ജാമ്യം നൽകിയത്. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് ആയിരുന്നു പരാതിക്കാരൻ. കോഴക്കേസ് വിവാദമായതോടെ ജില്ലയിലെ BJPക്കുള്ളിൽ അഭിപ്രായ ഭിന്നതകൾ ഉടലെടുത്തിരുന്നു. CK ജാനുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി 3.5 കോടി രൂപ എത്തിച്ചതിന് തെളിവുണ്ടെന്നായിരുന്നു അന്വേഷണ സംഘത്തിന് വിശദീകരണം. ഇതിൽ 1.50 കോടി രൂപ മാത്രം ചെലവഴിച്ചെന്നും കണ്ടെത്തി. മുൻ ക്രൈംബ്രാഞ്ച് DYSPയും പാലക്കാട് നാർക്കോട്ടിക് സെൽ DYSPയുമായ R മനോജ് കുമാറായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ. കേസ് കെട്ടിച്ചമച്ചതാണെന്നും 2 തവണ കോടതി കുറ്റപത്രം തള്ളിയതാണെന്നും K സുരേന്ദ്രൻ ജാമ്യം ലഭിച്ച ശേഷം പ്രതികരിച്ചു. ഒരു തരത്തിലും നിലനിൽക്കുന്ന ഒരു കേസല്ല. ഈ കേസിൽ തന്നെ 2 പ്രാവശ്യം കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ കോടതി അത് തള്ളിയതാണ്. 2 തവണ കോടതി കുറ്റപത്രം മടക്കിയ ഒരു കേസാണ്. ഒരു സബ്സ്റ്റൻസും ഇല്ലാത്ത കേസാണ്. വ്യാജമായിട്ടുള്ള ആരോപണങ്ങളാണ്, രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണങ്ങളാണ്. മുസ്ലിം ലീഗും CPMഉം ചേർന്ന് ഗൂഢാലോചന നടത്തി എനിക്കെതിരെ എടുത്തിട്ടുള്ള ഒരു കേസാണ്, ഞങ്ങൾക്കെതിരെ എടുത്തിട്ടുള്ള ഒരു കേസാണ്. അപ്പോൾ അതിനെ ഞങ്ങൾ നിയമപരമായിട്ട് നേരിടും. കോടതിയുടെ മുമ്പിൽ സത്യം തെളിയിക്കാൻ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും സാധിക്കുമെന്നുള്ള വിശ്വാസമാണ് ഈ കേസിലുള്ളത്. അതേസമയം CK ജാനുവിന് കോഴപ്പണം നൽകിയതിന് താൻ സാക്ഷിയാണെന്ന് JRP നേതാവ് പ്രസീത അഴീക്കോട് ആരോപിച്ചിരുന്നു. കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട ഫോൺ സംഭാഷണ രേഖകളും പ്രസീത അഴീക്കോട് പുറത്തുവിട്ടിരുന്നു. K സുരേന്ദ്രന്റെയും പ്രസീത അഴീക്കോടിന്റെയും ഫോൺ സംഭാഷണം ശാസ്ത്രീയ പരിശോധനകൾക്കും അന്വേഷണ സംഘം വിധേയമാക്കിയിരുന്നു. ഡിജിറ്റൽ രേഖകളടക്കമുള്ള തെളിവുകൾ ഉൾപ്പെടുത്തിയായിരുന്നു അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്.
അമൃത ന്യൂസ്, വയനാട്. പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫ് കൊലക്കേസിൽ ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫ് ഉൾപ്പെടെ 3 പ്രതികൾ കുറ്റക്കാർ. ശിക്ഷ 22-ന് വിധിക്കും. മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതിയുടേതാണ് വിധി. ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫ്, 2ാം പ്രതി ശിഹാബുദ്ദീൻ, 6ാം പ്രതി നിഷാദ് എന്നിവരെയാണ് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത്. 13 പ്രതികളാണ് വിചാരണ നേരിട്ടിരുന്നത്. 10 പേരെ കോടതി വിട്ടയച്ചു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ കുറ്റങ്ങളാണ് തെളിയിക്കപ്പെട്ടത്. മൃതദേഹമോ അവശിഷ്ടങ്ങളോ കണ്ടെത്താനാവാത്ത കേസിൽ നരഹത്യാ കുറ്റം തെളിയിക്കാനായത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മികവാണെന്ന് പ്രോസിക്യൂട്ടർ EM കൃഷ്ണൻ നമ്പൂതിരി പറഞ്ഞു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇതിനെ അത് സത്യം വെളിച്ചത്ത് കൊണ്ടുവരണം എന്നുള്ള ആ വലിയ താല്പര്യത്തിൽ SP സുജിത്ദാസും വിഷ്ണുവും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പേര് കൂടുതൽ ആവർത്തിക്കും. വെല്ലുവിളികൾ മറികടന്ന് പ്രതികളുടെ കുറ്റം തെളിയിക്കാനായതിന്റെ സന്തോഷത്തിലാണ് പോലീസും. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലും സെക്കൻഡറി എവിഡൻസിന്റെ അടിസ്ഥാനത്തിലും സയന്റിഫിക് എവിഡൻസിന്റെ അടിസ്ഥാനത്തിലും പ്രതികളെ ശിക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതില് എല്ലാവരും ഒരു ടീമായിട്ട് വർക്ക് ചെയ്തു. മഞ്ചേരി ജില്ലാ കോടതി ജഡ്ജി M തുഷാറാണ് വിധി പറഞ്ഞത്. ശിക്ഷാവിധി പറയാനായി മറ്റന്നാളത്തേക്ക് മാറ്റി. 2019-ലാണ് മൈസൂരിലെ പാരമ്പര്യ വൈദ്യനായിരുന്ന ഷാബാസ് ഷെരീഫിനെ നിലമ്പൂരിലേക്ക് തട്ടിക്കൊണ്ടുവന്ന് തടവിലിട്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത്. ഔഷധക്കൂട്ടിന്റെ രഹസ്യം ചോർത്തുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം. പിന്നീട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരമാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയാൻ കാരണമായത്. അമൃത ന്യൂസ്, മലപ്പുറം. ചാമ്പ്യൻസ് ട്രോഫി നേടിയ ഇന്ത്യൻ ടീമിന് 58 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് BCCI. മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനുള്ള അംഗീകാരമായാണ് പാരിതോഷികം പ്രഖ്യാപിച്ചത്. കളിക്കാർ, കോച്ചിംഗ് സ്റ്റാഫ്, സെലക്ടർമാർ, സപ്പോർട്ട് സ്റ്റാഫ്, സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവരുടെ പ്രയത്നത്തിനുള്ള അംഗീകാരമാണിതെന്ന് BCCI വ്യക്തമാക്കി. ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കൾക്ക് 20 കോടി രൂപയാണ് ICC പാരിതോഷികമായി നൽകിയത്. ചാമ്പ്യൻസ് ട്രോഫി സമ്മാനത്തുകയേക്കാൾ ഏകദേശം 3 ഇരട്ടിയാണ് BCCI പ്രഖ്യാപിച്ച പാരിതോഷികം. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.